നിങ്ങൾ തയ്ക്കാവെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ അടുത്താണ് ഈ വാക്ക് ശ്രദ്ധിച്ചത്. പെരുമ്പാവൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സംസാരത്തിനിടയ്ക്ക് പുള്ളി ഇങ്ങനെ പറയും, അവിടെ ഒരു തയ്ക്കാവുണ്ട്, അതിനടുത്ത് കുറച്ച് മുസ്ലിംസ് താമസമുണ്ട്, ഇവിടെ ഒരു തയ്ക്കാവുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേരല്ല, ജനറൽ ആയിട്ടുള്ള എന്തോ സംഭവമാണെന്ന്. യഥാർത്ഥത്തിൽ മലയാളി ഉപയോഗിക്കുന്ന മലയാളമല്ലാത്തൊരു പദമാണിത്. നമുക്ക് വാക്ക് നോക്കിപ്പോവാം. തോട്ട് ഫോക്സിൽ ഇത് വാക്ക് വേ. വാക്കിൻ്റെ ഉറവിടം നോക്കി മുങ്ങിത്തപ്പിയപ്പോൾ മനസ്സിലായത് ഏകദേശം 2.5 നൂറ്റാണ്ട് മുൻപ് അറബിയിൽ നിന്നും മലയാളത്തിലെത്തിയ മലയാളമല്ലാത്ത വാക്കാണ് തക്യാവ്. പേർഷ്യൻ ഭാഷയിൽ നിന്നും അറബ് ഭാഷയിലെത്തിയ വാക്കാണത്രേ തക്യ എന്നത്. ഒരു മതപണ്ഡിതൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെയാണ് തക്യ എന്ന് പറയുന്നത്. അറബിയിൽ നിന്നും 250 വർഷം മുൻപ് കേരളത്തിലെത്തിയ തക്യ എന്ന വാക്ക് പരിണമിച്ചാണ് തക്യാവ് അഥവാ തൈക്കാവ് ആയി മാറിയത്. അങ്ങനെയാണ് ഒരു മുസ്ലിം മതപണ്ഡിതൻ്റെയോ സൂഫി വര്യൻ്റെയോ കബറിടം ഇരിക്കുന്ന പള്ളിയും അതിനോടനുബന്ധിച്ച പ്രദേശത്തിനും കേരളത്തിൽ തക്യാവ് എന്ന് പറയാൻ തുടങ്ങിയത്. കണ്ണൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം എന്നിങ്ങനെ പലയിടങ്ങളിലായി ഒരുപാട് തൈക്കാവ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യാൻ പറ്റി. അതിൽ എറണാകുളത്ത് തന്നെ 3 തൈക്കാവുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തൈക്കാവ് എന്ന് പറയുന്ന പ്രദേശം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ലിസ്റ്റ് ചെയ്യാം. ആൻഡ് യു ഹേർഡ് ഇറ്റ് ഓൺ തോട്ട് ഫോക്സ് ബൈ റമീസ്.